ഏറെ വൈകിയാണ് കോൺഗ്രസിൻ്റെ കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ മാലപ്പടക്കത്തിൽ പൊട്ടുന്നത് പോലെയാണ് 4 രാജി തുടർച്ചയായി ഉണ്ടാകുന്നത്. രാവിലെ നേരത്തെ തന്നെ കുരിയച്ചിറ നിലവിലുള്ള കോൺഗ്രസിൻ്റെ കൗൺസിലറായ നിമ്മി റെപ്പായി നേരെ LDFിൽ ചേരുന്നു, NCPയിൽ ചേരുന്നു. NCPയുടെ സ്ഥാനാർത്ഥിയായി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ഒല്ലൂരിൽ രംഗപ്രവേശനം ചെയ്യുന്നു. അതിന് തൊട്ടടുത്ത് മിഷൻ ക്വാർട്ടേഴ്സിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ബൈജു വർഗീസിനെതിരെ മുൻ കൗൺസിലർ ജോർജ് ചാണ്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ടടുത്തുള്ള കുരിയച്ചിറ വാർഡിൽ സജീവൻ കുരിയച്ചിറ, കെ മുരളീധരൻ്റെ വിശ്വസ്തനായ സജീവൻ കുരിയച്ചിറയ്ക്കെതിരെ വിമതനായി നിലവിലുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് ഷോമി വർഗീസ് രംഗത്തെത്തുന്നു. അതിനുമപ്പുറത്ത് കുരിയച്ചിറയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രവി താണിക്കലിനെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. അതോടുകൂടി രവി DCC ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കുന്നു. രവി താണിക്കൽ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ രാജിക്കുള്ള കാരണം? രാജിക്കുള്ള കാരണം വളരെ വ്യക്തമാണ്. കാരണം ഞാൻ ഈ ഡിവിഷനിൽ, എൻ്റെ വീട് നിൽക്കുന്ന ഡിവിഷനിൽ, കുരിയച്ചിറ വെസ്റ്റ് ഡിവിഷനിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ മുൻപ് പല തവണകളിലും ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം ഇതെൻ്റെ സ്വന്തം ഡിവിഷനാണ്. ഈ ഡിവിഷനിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചു, പാർട്ടി നേതൃത്വത്തിനെ അറിയിച്ചു, പാർട്ടി നേതൃത്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി കാര്യങ്ങൾ മാറി മറയുന്നു. പെട്ടെന്ന് റിബൽ ഭീഷണി മുഴക്കി വന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്ഥാനാർത്ഥിത്വം ആ വ്യക്തിയിലേക്ക് കൊടുക്കുകയുണ്ടായത്. അതിൽ പ്രതിഷേധിച്ചാണ്. റിബലിൻ്റെ ഭീഷണിക്ക് പാർട്ടി വഴങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞത്, താങ്കൾ റിബൽ മത്സരിക്കില്ല, താങ്കൾ പാർട്ടി വിടുകയുമില്ല, പാർട്ടി വിരുദ്ധനുമല്ല. പക്ഷേ മറ്റേയാൾ അങ്ങനെയല്ല, അദ്ദേഹം റിബൽ നിന്നാൽ വലിയ പ്രശ്നമുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ പാർട്ടിയിലത്തെ സ്ഥാനങ്ങൾ, ഞാൻ തൃശ്ശൂർ ജില്ലയുടെ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. UDFിൻ്റെ തൃശ്ശൂർ നിയോജകമണ്ഡലം കൺവീനർ സ്ഥാനം, ഈ 2 സ്ഥാനങ്ങളും ഞാൻ നേതൃത്വത്തിന് കണ്ട് രാജി ഏൽപ്പിച്ചിട്ടുണ്ട്. DC പ്രസിഡന്റിനും UDFിൻ്റെ ജില്ലാ ഏതെങ്കിലും മുന്നണിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഒന്നുമില്ല. അത്തരമൊരു ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ള, എൻ്റെ ഫാദർ മുൻ MLA ശ്രീ ജോസ് താണിക്കൽ, അങ്ങനെ ഒരു പാരമ്പര്യമുള്ള കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അടിയുറച്ച കോൺഗ്രസ്സുകാരൻ. കോൺഗ്രസ്സിൽ നിൽക്കുക തന്നെ ചെയ്യും. സീറ്റ് തന്നില്ലെങ്കിലും തുടരും, കോൺഗ്രസ്സിൽ തുടരും, കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പൊരുതും. അതായത് ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലാണ് ഈ പൊട്ടിത്തെറികൾ കൂടുതൽ എന്നതാണ്. കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കോൺഗ്രസ് ഇത്തവണ തിരിച്ചു വരാമെന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്, സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതോടുകൂടിയാണ് ഇതിൻ്റെ സമനില തെറ്റി ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഇന്ന് 4 പേരാണ് രാജിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഉണ്ടാകുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. റോഷ്നി.